സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ് ഒപ്പമുണ്ട്. മാം, ഈ LDF സർക്കാരിൻ്റെ അവസാന കാലത്ത് നടപ്പാക്കിയ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ CPM-ന്റെ ലോക്കൽ ഏരിയ കമ്മിറ്റികൾ വേണ്ടപ്പെട്ടവരെ ഗുണഭോക്താക്കളായി തിരഞ്ഞെടുത്തുവെന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ പറഞ്ഞത്. അതായത് തെരഞ്ഞെടുപ്പ് കാലത്ത് ധൃതി പിടിച്ച് തട്ടിക്കൂട്ടിയ പദ്ധതിയാണത്രേ. ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കാൻ സമിതി ഉണ്ടായിരുന്നില്ല, ഫീൽഡ് തല പരിശോധന നടത്തിയിട്ടില്ല, തോന്നിയവർക്കാണ് പെൻഷൻ നൽകിയത്. 120 മാസം ഭരിച്ചിട്ടും സ്ത്രീകളോട് സ്നേഹം വന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി കിട്ടിയപ്പോഴാണ്. പെരുമാറ്റച്ചട്ടം വന്ന ദിവസമാണ് 2 മാസത്തെ പെൻഷൻ കൊടുത്തത്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതി തുടരുമോ എന്ന് പറയാനാവില്ല എന്നൊക്കെയാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയത്. പക്ഷേ പ്രതിപക്ഷം പറയുന്നത് പദ്ധതി ഉപേക്ഷിക്കുന്നത് സ്ത്രീകളോടുള്ള വെല്ലുവിളിയാണ് എന്നും 16 ലക്ഷം വീട്ടമ്മമാരുടെ കണ്ണീർ കാണാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് എന്നുമാണ്. ശരിക്കും ഈ പദ്ധതി സ്ത്രീകളെ പറ്റിക്കാൻ കൊണ്ടുവന്നതല്ലേ? എന്താണ് മാഡത്തിന്റെ അഭിപ്രായം? രമേഷ്, തീർച്ചയായിട്ടും ഞാൻ താങ്കളോട് അനുകൂലിക്കുകയാണ്. താങ്കൾ പറഞ്ഞതുപോലെ സ്ത്രീകളെ പറ്റിക്കുക, അതായത് എന്ത് നക്കാപ്പീച്ച കൊടുത്താലും സ്ത്രീകളുടെ വോട്ട് തങ്ങൾക്ക് കിട്ടും, അങ്ങനെ സ്ത്രീകളെ ചാക്കിലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം കൊണ്ടുവന്നതാണ് ആ ഒരു പദ്ധതി. കാരണം നമുക്കറിയാം, LDF ഗവൺമെൻറ് 2016 ഭരണത്തിൽ വരുമ്പോൾ അവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമായിരുന്നു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1600 നിന്ന് 2500 വർദ്ധിപ്പിക്കുമെന്ന്. ആദ്യത്തെ ഭരണം തീർന്നു, രണ്ടാമത്തെ ഭരണം വന്നു. രണ്ടാമത്തെ ഭരണവും കഴിഞ്ഞ് അവർ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ്, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ ഡിക്ലയർ ചെയ്യുന്നതിന് തൊട്ട് മുൻപാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1600 നിന്ന് 2000 രൂപയാക്കി വർദ്ധിപ്പിക്കുന്നത്. അപ്പോഴും 2500 വർദ്ധിപ്പിച്ചില്ല, 2000 രൂപയാക്കി വർദ്ധിപ്പിക്കുന്നത്. അങ്ങനെ അതിനു മുമ്പ് തന്നെ നമുക്കറിയാം, എത്രയോ മാസങ്ങളിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടാതെ മരുന്ന് മേടിക്കാൻ പോലും നിവൃത്തിയില്ലാതെ ഒരുപാട് പേര് കഷ്ടപ്പെട്ട അവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ വിമർശനമൊക്കെ ഉണ്ടാകുമ്പോഴാണ് 4-5 മാസം കൂടുമ്പോഴൊക്കെ ഈ പെൻഷൻ കൊടുത്തിരുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇതിലൂടെ മുൻപോട്ട് പോയ ഗവൺമെൻറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ ഡിക്ലയർ ചെയ്യുന്നതിന് മുൻപായി ഏതാനും ക്ഷേമ പദ്ധതികൾ വിളംബരം ചെയ്തു. അപ്പോൾ അങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ വരുമ്പോഴാണ്, തൊട്ട് മുൻപാണ് അവർ ഈ പറയപ്പെട്ട പെൻഷൻ 1600 നിന്ന് 2000 വർദ്ധിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇലക്ഷൻ കൺമുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പറയപ്പെട്ട 35 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾക്ക് ഒരു 1000 രൂപ പെൻഷൻ ഓരോ മാസവും കൊടുക്കുമെന്ന തീരുമാനം എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ഏത് തരത്തിലുള്ള സ്ത്രീകളാണ് ഇങ്ങനെ ഒരു 1000 രൂപ പെൻഷന് അർഹത നേടുന്നത്? അതായത് വിധവകൾക്ക് പെൻഷൻ നേരത്തെ തന്നെ ഉണ്ട്, അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ പരിമിതി ഉള്ളവർക്ക് പെൻഷനുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോഴേക്കും 60 വയസ്സ് കഴിഞ്ഞവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷനും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ 35നും 60നും ഇടയ്ക്കുള്ളവർക്ക് ഒരു പെൻഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരാരോഗ്യമുള്ളവരാണ് എന്നർത്ഥം. അപ്പോൾ അങ്ങനെ ആരോഗ്യമുള്ള 35 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ളവർക്ക് എന്തുകൊണ്ട് 1000 രൂപ പെൻഷൻ കൊടുക്കണം? ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്, ഫ്രീ ബീസ് കൊടുക്കുന്നതിനെ വിമർശിച്ചുകൊണ്ട് ജസ്റ്റിസ് ഗവായ് നടത്തിയ ഒരു പ്രസ്താവനയാണ്. അതായത് ബീഹാറിലെ ഇലക്ഷന് മുൻപായിട്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെ സ്ത്രീകൾക്കെല്ലാം 10,000 രൂപ വീതം പാർട്ടി കൊടുക്കും എന്ന് പറഞ്ഞു. ഇലക്ഷന് മുൻപായിട്ട് കൊടുക്കും, അവരുടെ അക്കൗണ്ടിൽ എത്തിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അക്കൗണ്ടിൽ എത്തിച്ച് ഫ്രീ ബി കൊടുത്ത് വോട്ട് മേടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി സുപ്രീം കോടതിയിൽ എത്തുന്നു. അപ്പോഴാണ് ജസ്റ്റിസ് ഗവായ് അദ്ദേഹം അതിന് എതിരായിട്ട് പ്രതികരിക്കുന്നത്. എന്താണ്? ഇങ്ങനെ ഫ്രീ ബീസ് കൊടുത്താൽ അത് ഉൽപാദനക്ഷമമായ പ്രവർത്തികൾ ചെയ്യുന്നതിൽ നിന്ന് വ്യക്തികളെ പിന്തിരിപ്പിക്കും. കാരണം ജോലി ചെയ്തില്ലെങ്കിലും ജീവിക്കാം എന്ന രീതിയിലാണ് 10,000 രൂപയൊക്കെ ഓരോരുത്തർക്കും കയ്യിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നത്. അപ്പോൾ അത് ജീവിതകാലം മുഴുവനും തൊഴിൽ ചെയ്യാതിരിക്കാനല്ല, ആ ഒരു മാസം അല്ലെങ്കിൽ 2-3 മാസം ജോലി ചെയ്യാതെ
നിത്യാവശ്യങ്ങൾ നടത്താനുള്ള പണമായിരിക്കാം ഒരു പക്ഷേ ഈ 10,000 രൂപ എന്ന് പറഞ്ഞാൽ ബീഹാറിലെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം. നമുക്കറിയാം ബീഹാറിൻ്റെ പട്ടിണി എത്ര ഗൗരവതരമാണെന്ന്. ബീഹാറിലെ പുരുഷന്മാരൊക്കെ നല്ലൊരു ഭാഗം കേരളത്തിൽ വന്ന് ജോലി ചെയ്യുകയാണ് അവരുടെ കുടുംബം വീട്ടിൽ തീയെരിയാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയുള്ള ബീഹാറിലാണ് 10,000 രൂപ വീതം സ്ത്രീകൾക്ക് കൊടുത്താൽ വോട്ട് ഉറപ്പാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി അത്തരം ഒരു വിളംബരം നടത്തുന്നത്. അതിൻ്റെ ഫലം എന്തായിരുന്നു എന്ന് നമുക്കറിയാം. ജയിക്കുകയാണ് ചെയ്തത് അവരവിടെ. അപ്പം ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതുപോലെയുള്ള ഫ്രീ ബീസ് കൊടുക്കുന്നത് വലിയ തെറ്റാണ് എന്ന് സുപ്രീം കോടതി തന്നെ പറയുന്നു. പക്ഷേ അരുത് എന്ന്, അത് കൊടുക്കാതിരിക്കുകയാണ് വേണ്ടത്. പക്ഷേ കോടതിക്ക് അതിൽ ഇടപെടാൻ സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പറഞ്ഞ് കോടതി ഇടപെടാതിരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഓഫർ ചെയ്തതുപോലെ 10,000 രൂപ വീതം കൊടുത്തു. 2,70,00,000 സ്ത്രീകൾക്കാണ് ഈ പറഞ്ഞതുപോലെ 10,000 രൂപ വീതം. അപ്പോൾ എത്ര കോടി രൂപയാണ് ആ ഇലക്ഷന് വേണ്ടി ഫ്രീ ബി ആയിട്ട് മാറ്റിവെച്ചത് എന്ന് നമ്മൾ ഓർക്കണം. ഓർമ്മിക്കേണ്ടത് വേറൊരു കാര്യം കൂടിയാണ്. ഇങ്ങനെ ഫ്രീ ബി കൊടുക്കാൻ വേണ്ടിയിട്ട് പണം സ്വരൂപിക്കുന്നത് എവിടെ നിന്നാണ്? ഈ നാട്ടിലെ, ഈ ഇന്ത്യയിലെ ജനങ്ങൾ, ആബാലവൃത്തം ജനങ്ങൾ നൽകുന്ന നികുതിയേതര വരുമാനം. ആ വരുമാനത്തിൽ നിന്നാണ് ഇതിനൊക്കെയുള്ള പണം എടുക്കുന്നത് എന്നുകൂടി നമ്മൾ ഓർക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലുള്ള മൂല്യച്യുതി, അതാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇവിടെ ഗവൺമെൻറ് 10 വർഷം ഭരിച്ച് 10ാം വർഷത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുൻപ് ചില ഓഫറുകൾ നടത്തുന്നു. ഫ്രീ ബീസ് കൊടുക്കാമെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് അസംബ്ലി ഇലക്ഷന് മുൻപ് വേറെ ചില ഫ്രീ ബീസ് കൊടുക്കാമെന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ ഇലക്ഷൻ മുന്നിൽ വെച്ച് കണ്ട് ഇലക്ഷൻ ജയിക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന് മനസ്സിലാക്കാം. അതല്ലാതെ ഇവരുടെ സാമ്പത്തിക ഭദ്രത എങ്ങനെയിരിക്കുന്നു, ഇവരെപ്പറ്റി എന്ത് പഠനം നടത്തി, ഇതൊന്നും ചെയ്തിട്ടല്ല. കഴിഞ്ഞ നവംബർ 1-നാണല്ലോ മുഖ്യമന്ത്രി കേരളം അതിദരിദ്രരില്ലാത്ത കേരളം എന്നുള്ള ഡിക്ലറേഷൻ നടത്തിയത്. അപ്പോഴും ധാരാളം അതിദരിദ്രർ ഈ നാട്ടിലുണ്ട് എന്ന് ഇഷ്ടം പോലെ നമുക്കറിയാമായിരുന്നു. അങ്ങനെ എന്ത് തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാനും ഒന്നും ഒരു മടിയുമില്ലാത്ത ഗവൺമെൻറ്റായി മാറിപ്പോയിരുന്നു ശ്രീ പിണറായി വിജയൻ ഗവൺമെൻറ്. അങ്ങനെയാണ് ഈ അവസാന നിമിഷത്തിൽ 35 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾക്ക് 1000 രൂപ പെൻഷൻ കൊടുക്കും പ്രതിമാസം എന്നുള്ള ഒരു തീരുമാനം എടുക്കുന്നു. അപ്പോൾ ആ തീരുമാനം സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഏത് വരുമാനവും നല്ലത് തന്നെ. നമ്മളന്നേരം ഓർക്കണം, യുണൈറ്റഡ് നേഷൻസ് പറഞ്ഞിരിക്കുന്നത് സ്ത്രീകൾ ചെയ്യുന്ന ജോലിക്ക് GDP-യിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നില്ല. സ്ത്രീകൾ ചെയ്യുന്ന ജോലിയുടെ മൂല്യം നമ്മൾ GDP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് കണക്കാക്കപ്പെടുന്നില്ല. അത് കണക്കാക്കാനായിട്ട് സർവേ നടത്തണം. എല്ലാ വീടുകളിലും സ്ത്രീകൾ എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു സർവേ ഓൾ ഇന്ത്യ തലത്തിൽ നടത്തണം. എല്ലാ രാജ്യങ്ങളിലും അങ്ങനെ സർവേ നടത്തി എന്നിട്ട് അതിനൊരു മൂല്യം ഫിക്സ് ചെയ്ത് ആ മൂല്യം GDP-യുടെ കൂടെ ചേർക്കണം. അങ്ങനെ വേണം അപ്പോൾ ഇത് സ്ത്രീകളുടെ കോൺട്രിബ്യൂഷൻ, അതായത് ഗ്രഹനാഥകളായ സ്ത്രീകളുടെ കോൺട്രിബ്യൂഷൻ ഇത്രയും എന്ന് പറഞ്ഞ് GDP-യിൽ അത് പ്രത്യേകം വക കൊള്ളിക്കണം എന്നാണ് UN ആവശ്യപ്പെടുന്നത്. അപ്പം അതൊക്കെ വച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ട് സ്ത്രീകൾക്ക് 1000 രൂപ കൊടുത്തുകൂടാ? അവിടെ UN സ്ത്രീകൾക്ക് ഇങ്ങനെ ഫ്രീ ബി ആയിട്ട് 1000 രൂപ കൊടുക്കണമെന്നല്ല പറയുന്നത്. സ്ത്രീകൾ GDP-യിലേക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, എന്ത് സംഭാവന ചെയ്യുന്നു. വെറുതെ ഇരിക്കുന്ന ഭാര്യ എന്ന് പറയാറുള്ള ഒരു രീതിയുണ്ടല്ലോ ഇന്ത്യയിലൊക്കെ. ആ ഭാര്യയ്ക്ക് എന്ത് ജോലി, ഭാര്യ അതായത് ഏതെങ്കിലും ജോലിക്ക് ശമ്പളം കിട്ടുന്ന ജോലിക്ക് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഭാര്യ വെറുതെ ഇരിക്കുക എന്ന് പറയുന്ന ആ വെറുതെ ഇരിക്കുന്ന ഭാര്യ എന്ന കോൺസെപ്റ്റ് സ്ത്രീയെ എന്താ പറയുക താഴ്ത്തിക്കെട്ടുന്ന രീതിയാണ്. അവളുടെ സംഭാവനകളെ അവഗണിക്കുന്ന രീതിയാണ്. അതുകൊണ്ടാണ് അവളുടെ സംഭാവനകൾ, അതായത് ഡൊമസ്റ്റിക് വർക്ക് എത്രമാത്രം ഉണ്ട്, എത്ര മണിക്കൂർ സമയത്തേക്കുണ്ട് എന്നുള്ളത് കണക്കുകൂട്ടി അത് GDP-യിൽ ചേർത്ത് അതിന് വാല്യൂ ഇട്ട് GDP-യിൽ ചേർക്കണം. എന്നിട്ട് ഇത് സ്ത്രീകളുടെ സംഭാവനയാണ് എന്ന് പ്രത്യേകമായിട്ട് കണക്കിലെടുക്കണം എന്ന് UN പറഞ്ഞത് ഈ കോണ്ടെക്സ്റ്റിലാണ്.
അപ്പം ആ കോണ്ടെക്സ്റ്റും പക്ഷേ ഇവിടെ 1000 രൂപ വീതം പ്രതിമാസം കൊടുക്കുന്നതും തമ്മിൽ ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല. ഇവിടെ 1000 രൂപ കൊടുക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? സ്ത്രീകളെ മാനിക്കലല്ല, സ്ത്രീകളുടെ വോട്ട് മേടിക്കൽ മാത്രമാണ്. അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് 1000 രൂപ വീതം കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ അർഹത എന്ന് പറഞ്ഞാൽ ഇത് അർഹതയില്ലാത്ത ഒരു പ്രസ്താവന തന്നെയാണ്. കാരണം 1000 രൂപ വാങ്ങി ഇപ്പോൾ നമുക്ക് ഫ്രീ ബസ് യാത്ര സ്ത്രീകൾക്ക് എന്ന് പറയുമ്പോൾ അവർ ഈ ബസ് യാത്രയ്ക്ക് കൂലിയില്ലാത്തതുകൊണ്ട് കൂലിപ്പണിക്ക് പോകാതിരിക്കുക, അല്ലെങ്കിൽ വീട്ടുജോലിക്ക് പോകാതിരിക്കുക, അതുമല്ലെങ്കിൽ മരുന്ന് മേടിക്കാൻ പോകാതിരിക്കുക, ഡോക്ടറെ കാണാൻ പോകാതിരിക്കുക, ഇത്തരം അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും നിവൃത്തിയില്ലാത്ത സ്ത്രീകളെ സഹായിക്കുകയാണ് നമ്മൾ ഫ്രീ ആയിട്ടുള്ള നമ്മുടെ ഇപ്പോഴത്തെ പ്രിയദർശിനി ബസ് യാത്ര പോലെയുള്ള കാര്യങ്ങൾ. മറിച്ച് ഇവിടെ സ്ത്രീകൾ ധനികരാണെങ്കിലും ദരിദ്രരാണെങ്കിലും 35 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്കുള്ളവർക്കൊക്കെ 1000 രൂപ. അതേ സമയത്ത് അവരെ ഒന്ന് വകതിരിച്ച് അത് താഴെ തട്ടിലുള്ള മഞ്ഞ കാർഡുകാർ, അതുപോലെ നീല കാർഡുകാർ, അങ്ങനെ ഒരു തരംതിരിവൊന്നുമില്ല. അങ്ങനെ ഒരു തരംതിരിവ് നടത്തിയിട്ടാണ് കൊടുക്കുന്നത് എങ്കിലും നമുക്ക് പറയാം അവർ സാമ്പത്തികമായി താഴെ തട്ടിലുള്ളവരാണ്, അതുകൊണ്ട് അവർക്കത് കൊടുക്കുന്നത് കുഴപ്പമില്ലെന്ന്. ഇത് അങ്ങനെയുള്ള തരംതിരിവിനൊന്നും അന്ന് പാർട്ടിക്ക് സമയം കിട്ടിയിരുന്നില്ല. പാർട്ടിയുടെ ആകെ ആശം ഭരണത്തിൽ തിരിച്ചു വരിക, 3-ാം ഊഴം കിട്ടുക, ആ 3-ാം ഊഴത്തിന് വേണ്ടിയിട്ട് എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവുക. അങ്ങനെയാണ് ഇങ്ങനെയൊരു ബജറ്റ് വാഗ്ദാനം ചെയ്തത്. പക്ഷേ ആ വാഗ്ദാനം ചെയ്തിട്ടും അവർക്ക് കിട്ടിയത് എന്താണ് എന്ന് മനസ്സിലായി. വാഗ്ദാനം ചെയ്ത് നടപ്പാക്കാൻ തുടങ്ങി, പക്ഷേ എന്താണ് കിട്ടിയത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കിട്ടിയതിനേക്കാൾ വലിയ തിരിച്ചടിയാണ് അസംബ്ലി ഇലക്ഷനിൽ അവർക്ക് കിട്ടിയത്. അതോടെ അവസാനത്തെ മാസം അവർ തന്നെ അത് കൊടുക്കാതെയാണ് ഇറങ്ങിയത്. പിന്നെ വന്ന ഗവൺമെൻറ്റിന് വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു, പക്ഷേ അത് വസ്തുനിഷ്ഠമായി പഠിച്ച് അർഹത വെച്ചിട്ടല്ല തീരുമാനിച്ചത് എന്ന കാരണം കൊണ്ടാകാം ഗവൺമെൻറ് ആ തീരുമാനത്തിന് അനുസരിച്ച് പ്രവർത്തിക്കാത്തത്. അത് നിർത്തിയാൽ തന്നെ അത് നിർത്തേണ്ടതാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കറിയാം തൊഴിലുറപ്പ് പദ്ധതി ഉണ്ട്. അതുപോലെ തന്നെ അതായത് നമ്മൾക്കറിയാം 50 ലക്ഷത്തിലധികം അന്യസംസ്ഥാന തൊഴിലാളികൾ, അതിൽ സ്ത്രീകളുമുണ്ട് പുരുഷന്മാരുമുണ്ട്, വന്ന് ജോലി ചെയ്യുന്ന ഈ നാട്ടിൽ 35 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾക്ക് എന്തുകൊണ്ട് ജോലി ചെയ്തുകൂടാ? ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്ന് ചെയ്യുന്ന ജോലി തന്നെ ഈ സ്ത്രീകൾക്ക് ചെയ്യാവുന്നതല്ലേ? ഏത് ജോലിയും അന്തസ്സുള്ളതാണ്. അതായത് ഈ അന്തസ്സില്ലാത്ത ജോലി എന്ന് പണ്ട് പറയുമായിരുന്നത് എന്തായിരുന്നു? ശരീരം വിൽക്കുന്ന ജോലി മാത്രമായിരുന്നു. അപ്പോൾ അല്ലാത്ത ജോലി മോഷണവും ശരീരം വിൽക്കലും മാത്രമാണ് അന്തസ്സില്ലാത്ത ജോലിയായിട്ട്, തെറ്റായ ജോലികളായിട്ട് പണ്ട് കണക്ക് കൂട്ടിയിരുന്നത്. ഇപ്പോഴും അതിലൊക്കെ പാഠഭേദങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് തീരുമാനിക്കേണ്ടത്? നമ്മൾ അത് സമൂഹം അംഗീകരിക്കുന്ന ഏത് ജോലിയും ചെയ്യാൻ സ്ത്രീകൾ തയ്യാറാകണം. അതിപ്പോൾ സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ, സ്ത്രീകളും തയ്യാറാകണം, പുരുഷന്മാരും തയ്യാറാകണം. അവനവന് ലഭ്യമായ ജോലി ഏത് തന്നെയാണെങ്കിലും അന്തസ്സോടെ ആ ജോലി ചെയ്ത് അതിൻ്റെ കൂലി വാങ്ങുക. അത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം കേരളത്തിലെ കൂലിയാണ്. ഈ തൊഴിലുറപ്പ് പദ്ധതിയിലെ 232 രൂപയാണ് ഒഫീഷ്യലായിട്ട് അംഗീകരിച്ചിരിക്കുന്ന കൂലി എങ്കിൽ നമ്മുടെ കേരളത്തിൽ, അതായത് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ 332ൻ്റെ തൊട്ട് മുകളിലോ തൊട്ട് താഴെയോ ഒക്കെ ആയിരിക്കും ഒഫീഷ്യലായിട്ട് നിലനിൽക്കുന്ന കൂലി. അതേ സമയത്ത് കേരളത്തിൽ നിലനിൽക്കുന്ന കൂലി എത്രയാണ്? 1250 മുകളിലാണ് കേരളത്തിൽ നിലനിൽക്കുന്ന കൂലി. അത് ആഹാരം ഒന്നും ഇല്ലാതെയാണ്. പക്ഷേ ഇപ്പോൾ വീട്ടുജോലിക്കൊക്കെ പോവുകയാണെങ്കിൽ 600 രൂപയും 2 നേരത്തെ ആഹാരവും എല്ലാ ചിലവുകളും, പിന്നെയും ഉണ്ട് ഇഷ്ടംപോലെ ചിലവുകൾ. ഓണത്തിന് അവർക്ക് ബോണസ് കിട്ടും, അതുപോലെ ക്രിസ്മസിന് അവർക്ക് കിട്ടുന്നു. സ്കൂളിൽ തുറക്കുന്ന സമയത്ത് കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുട്ടികളുടെ പാഠപുസ്തകങ്ങൾ വാങ്ങാനും യൂണിഫോം വാങ്ങാനും ഒക്കെ ആയിട്ട് പൈസ കിട്ടുന്നു. അങ്ങനെ എല്ലാ തരത്തിലും, അതായത് വളരെ അന്തസ്സോടെയാണ് ഇവിടെ ഏത് ജോലിയും ആരും ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ചെയ്യാൻ ആരോഗ്യമുള്ളവർ, ആരോഗ്യമില്ലാത്തവർക്കൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള പെൻഷൻ ഇവിടെ ഉണ്ട്, ഇതിനകം തന്നെ ഉണ്ട്. അപ്പോൾ ഈ ആരോഗ്യം ഉള്ള സ്ത്രീകൾക്കാണ് പിന്നെ ഈ 1000 രൂപ വീതം പെൻഷൻ കൊടുക്കുന്നത്. 35. അത് തീർച്ചയായിട്ടും അനാവശ്യമായ
ഒരു ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറാണ്. അതും കേരളം ധനപ്രതിസന്ധിയിലായിരിക്കുന്ന കാലഘട്ടത്തിൽ. അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഈ ധനപ്രതിസന്ധി ഒക്കെ ഓവർകം ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ ഖജനാവിലേക്ക് എത്തുന്ന പണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ നൽകുന്ന നികുതി ഇതര വരുമാനമാണ്. അത് വളരെ കൺസ്ട്രക്റ്റീവായിട്ട് ഉൽപാദനക്ഷമമായ കാര്യങ്ങൾക്ക് മാത്രം വേണ്ടി ചെലവഴിക്കേണ്ടതാണ്. അല്ലാതെ ആർക്കെങ്കിലും ഫ്രീ ബീസായിട്ട് എറിഞ്ഞു കൊടുക്കേണ്ട പണമല്ല. അപ്പോൾ അത് അങ്ങനെ കണക്കിലെടുക്കുമ്പോൾ ആ പെൻഷൻ നിർത്തിയത് തന്നെ ശരി എന്നാണ് നമുക്ക് തോന്നുക.